ഔദ്യോഗിക കണക്കുകൾ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ തിരിച്ചറിഞ്ഞ മൃതദേഹത്തിന്റെ എണ്ണം, കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം, ഇതെല്ലാം ഔദ്യോഗികമായുള്ള കണക്ക് പുറത്തു വരുന്നുണ്ട്. ദീപക് ധർമ്മടം അതിന്റെ വിശദാംശങ്ങളുമായി. ദീപക്, വിവരങ്ങൾ എന്താണ്? അനുജ, ഉള്ളുപൊള്ളുന്ന വിവരങ്ങളാണ്, ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഔദ്യോഗികമായ മരണക്കണക്കുകൾ വരുന്നത്. ഔദ്യോഗിക കണക്കുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ യഥാർത്ഥ കണക്കിന്റെ പാതിയോളം വരില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കൃത്യമായി സ്ഥിരീകരിച്ചതിന് ശേഷമാണ് സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. എന്നാൽ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ കണക്ക് കൃത്യമായിരിക്കും. ബന്ധുക്കൾ ഇതിനകം തിരിച്ചറിഞ്ഞ മൃതദേഹം 133 133 മൃതദേഹം മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ 100 കണക്കിന് മൃതദേഹങ്ങൾ ഇനി തിരിച്ചറിയാനുണ്ട്, കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ പുരുഷൻ ഔദ്യോഗിക കണക്കിൽ പുരുഷൻ 89, സ്ത്രീകൾ 82, 28 കുട്ടികളുമാണ്. നമ്മൾ ഇതാണ് മനസ്സ് വേദനയോടുകൂടി നമ്മൾ പറയുന്നത്. പിഞ്ചു കുട്ടികൾ എത്ര പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി മൃതദേഹങ്ങളുടെ കൈമാറ്റം നടത്തിയത് 56 പേരാണ്. മാത്രമല്ല, തിരിച്ചറിഞ്ഞിട്ട് കൊണ്ടുപോകാൻ ഇടമില്ലാത്തവർ, തിരിച്ചറിയാത്തവർ, മൃതദേഹങ്ങൾ അനാഥമാകുന്ന രീതിയിലേക്കുള്ള വിവരങ്ങൾ കൂടി ഈ വേളയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ശരീരഭാഗങ്ങൾ കിട്ടുന്നതാണ്. 87 ശരീരഭാഗങ്ങളാണ് ഇതിനകം കൈമാറിയത്. അതായത് സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ മുഴുവൻ ദേഹം കിട്ടാതെ കൈ മാത്രം കിട്ടി, കാല് മാത്രം കിട്ടി. അങ്ങനെ തിരിച്ചറിഞ്ഞ ശരീരഭാഗങ്ങൾ കൈമാറിയിരിക്കുന്നത് 87 എണ്ണമാണ്. ഒരു മഹാദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് കണക്കാക്കാൻ പറ്റും ഈ ഒരു കണക്കുകൾ മാത്രം എടുത്തു നോക്കിയാൽ. കാരണം മൃതദേഹം കിട്ടാതെ ശരീരഭാഗം 87 എണ്ണം തിരിച്ചറിഞ്ഞ് കൈമാറേണ്ട, വളയുള്ളതുകൊണ്ട് മോതിരമുള്ളതുകൊണ്ട് ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് കൈമാറുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും തിരച്ചിൽ തുടരുകയാണ്. പക്ഷേ ജീവനോടെ ആരെങ്കിലും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെയല്ല തിരച്ചിൽ. മൃതദേഹം കണ്ടെത്താൻ തന്നെയാണ്. ഒരു ശ്മശാന മൂകതയിൽ തിരക്കിട്ട് JCBകൾ മണ്ണിളക്കി മറിക്കുന്നത് മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ്. അനുജ, അതാണിപ്പോൾ ഔദ്യോഗികമായി പുറത്തുവരുന്ന കണക്കുകൾ, അതിൻ്റെ വിവരങ്ങളാണ്. അതിൽ ദീപക് പറഞ്ഞതുപോലെ തന്നെ മൃതദേഹം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ശരീരഭാഗത്തിൻ്റെയൊക്കെ കണക്കുകൾ പറയേണ്ടി വരുന്നു എന്നൊക്കെയുള്ളത് ഏറ്റവും കൂടുതൽ നടുക്കമുണ്ടാക്കുന്ന ഈ ഘട്ടത്തിലൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയും ചെയ്യുന്നതാണ്.